നമസ്കാരം. ലോക പോലീസായ അമേരിക്ക കഴിഞ്ഞ ദിവസം ലോക രാജ്യങ്ങളുടെ മേൽ റെസിപ്രോക്കൽ താരിഫ് അപ്ലൈ ചെയ്യുകയുണ്ടായി. ഇന്ത്യക്കും കിട്ടി ഒരു 26% താരിഫ് ഹൈക്ക്. ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇന്ത്യയിലെ ചില സെക്ടറിലുള്ള കമ്പനികളെയും വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചു. എന്നാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ട്രംപിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും വലിയ ഇടിവ്, അതായത് ഒരു സിംഗിൾ ഡേയിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഈ താരിഫ് പുറത്തു വന്ന ദിവസമാണ്. വേൾഡ് വൈഡ് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ഇടിഞ്ഞെങ്കിലും അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഇടിഞ്ഞത്. എന്നാൽ ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ബാധിച്ചു. ഇന്ത്യയിലെ IT കമ്പനികൾ, ഫാർമ കമ്പനികൾ, ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ, ഇവർക്കൊക്കെ നല്ല ക്ഷീണമാണ്. അരവിന്ദോ ഫാർമ, സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി ഇങ്ങനെയുള്ള ഫാർമ കമ്പനികൾക്ക് നല്ല ഇടിവ് കിട്ടിയിട്ടുണ്ട്. അരവിന്ദോ ഫാർമയൊക്കെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏകദേശം 9-10% ഇടിവിലാണുള്ളത്. വിദേശ പ്രസൻസ് കൂടുതലുള്ള IT കമ്പനികൾ, ഇൻഫോസിസ്, TCS ഇതിനൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും. എന്നാൽ അധികം ഇടിവ് ബാധിക്കാൻ സാധ്യതയില്ലാത്ത സെക്ടർ എന്ന് പറഞ്ഞാൽ FMCG സെക്ടറാണ്. പിന്നെ ഡൊമസ്റ്റിക് ഓട്ടോമൊബൈൽ സെക്ടറും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കില്ല. എന്നാൽ മാർക്കറ്റിൽ ഓവറോൾ ഒരു സെല്ലിംഗ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിയറിഷ് മോഡ് വരുമ്പോൾ ഈ കമ്പനികളും ബിയറിഷിലേക്ക് ആയേക്കാം. ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആയേക്കാം. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ ഒരു ദോഷവശങ്ങൾ കുറച്ച് നാളെ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റിൽ അത് കുറച്ച് നാളെ നിലനിൽക്കുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് അതിൻ്റെ സ്വാഭാവികമായ റാലി തുടരാനുള്ള സാധ്യതയാണുള്ളത്. എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഇടിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് തിരിച്ചു കയറുന്ന ഒരു സ്റ്റേജിലായതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അൾട്ടിമേറ്റ്ലി ഈ ടാക്സുകളൊക്കെ പേ ചെയ്യേണ്ടത് അമേരിക്കയിലെ ജനങ്ങളാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അമേരിക്കൻ ഗവൺമെന്റിന് കിട്ടുന്നു. അത്രയേ ഉള്ളൂ. ഇന്ത്യനെ മറ്റ് രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇവരുടെ സെയിൽസ് കുറച്ച് കുറയും. പക്ഷേ ജീവൻ രക്ഷാ മരുന്നുകളുടെയൊക്കെ വില ഉയർന്നാൽ പോലും അത് വാങ്ങാതിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ടെമ്പററി, കുറച്ച് നാളത്തേക്ക് നമ്മുടെ രാജ്യങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് ഇത് ദീർഘനാളത്തേക്ക് തന്നെ അഫക്റ്റ് ചെയ്യുകയും അവിടെ ഇൻഫ്ലേഷൻ വരാനുള്ള ഒരു സാധ്യത കൂടുകയും ചെയ്യും.